Assalamualaikum, welcome back to my channel. So ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഞാൻ സാൻഡ്വിച്ച് ആണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോണത്. പിന്നെ സെക്കൻഡ് വൺ ചീസ് കട്ട്ലൈറ്റും ആണ് ചെയ്യുന്നത്. അപ്പോൾ നാളെ ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പുറത്ത് പോയിട്ടാണ് നോമ്പ് ഓർക്കുന്നത്. അപ്പോൾ അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പം തന്നെ ഒക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടിയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ അപ്പോൾ ഡിന്നറിന് ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സാധാ ചോറ് എന്തെങ്കിലുമൊക്കെ കറി വെക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കണം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കട്ട്ലേറ്റിനുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എണ്ണയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും സവാള ഞാൻ അവിടെ 1.5 സവാള ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. 1.5 സവാള ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വാടട്ടെ. ഒരു 3-4 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ട് ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും ഉണ്ടായിരുന്നു. അതും ഒരു പിടി ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ക്യാബേജും കൂടെ വരുമ്പോൾ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് സവാളയൊക്കെ വാടി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിനി പൊട്ടാറ്റോ വേവിക്കാം. ഞാൻ ഇവിടെ 3 പൊട്ടാറ്റോ എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിലാണ് വെക്കണം. അപ്പോൾ ആ സവാളയും വാടി വരുന്ന സമയം കൊണ്ട് ഉരുളക്കിഴങ്ങെല്ലാം റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേ മിക്സിയിലിട്ടിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിതിലേക്ക് ഒന്ന് ആ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ പൗഡേഴ്സൊക്കെ ആഡ് ചെയ്യുന്നത്. ഉപ്പൊക്കെ ആദ്യമേ ഇട്ടതായിരുന്നു. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ലാസ്റ്റ് മുളക് പൊടി. ഇത്രയും മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്കപ്പോൾ ബീഫ് മസാല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് മാത്രം ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ വെന്ത് ഞാനപ്പോൾ ഒന്ന് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമുക്കതിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്തിട്ട് ഒന്ന് സ്മാഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ അതെല്ലാം ഇതേപോലെ ചെറുതായി നന്നായി സ്മാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട്ലേറ്റിൻ്റെ ആ മസാലയിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. നല്ലോണം തന്നെ എല്ലാം മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാനിവിടെ ഇന്നത്തേക്ക് മാത്രമുള്ള കുറച്ച് ക്വാണ്ടിറ്റിയേ എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇത് ചൂടാറിയിട്ട് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഒരു ചെറിയ ക്വാണ്ടിറ്റി ഞാനിതിപ്പോൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് വേണ്ട സൈസിൽ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ചീസ് കട്ട്ലേറ്റാണ് ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ 4 എണ്ണം ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയിലായിരുന്നു എടുത്തിട്ടുണ്ടായത്. അപ്പോൾ വളരെ ചെറുതാക്കി ചെയ്യണമായിരിക്കും ചീസ് കട്ട്ലേറ്റിന് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ കട്ട്ലേറ്റിലേക്ക് വേണ്ട ബ്രെഡ് ക്രംസ് ഒന്ന് മിക്സിയിലിട്ട് ബ്രെഡൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ചീസ് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ചെറിയ കട്ട്ലേറ്റ് ആകുമ്പോൾ ചീസും കൂടെ വെച്ച് ലാസ്റ്റ് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റാണ്. വലുതിനെക്കാട്ടി കൂടുതൽ ചെറുതായിട്ട് എടുക്കണമായിരിക്കും നല്ലത്. എന്നിട്ട് പിന്നെ നമുക്കിതെല്ലാം ഒന്ന് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കിയിട്ട് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് നമുക്കൊരു മുട്ട നന്നായിട്ട് ഉപ്പിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ കട്ട്ലേറ്റിന് എപ്പോഴും മുട്ട തന്നെ ഡിപ്പ് ചെയ്യണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഞാൻ മൈദയുടെ ബാറ്ററൊക്കെ ഡിപ്പ് ചെയ്യാറുണ്ടല്ലോ, അതിനെക്കാട്ടി ഏറ്റവും നല്ലത് എഗ്ഗ് തന്നെ ഡിപ്പ് ചെയ്യണമായിരിക്കും. പിന്നെ എഗ്ഗിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് ബ്രെഡ് ക്രംസിലും കൂടെ നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. സോ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് അടുത്തത് സാൻഡ്വിച്ചിനുള്ളതാണ്. ക്യാബേജ്, ക്യുക്കുംബർ, ക്യാരറ്റ്, പിന്നെ വേണ്ടത് ക്യാപ്സിക്കം, പിന്നെ ഒരു 1/2 സവാളയാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് പിന്നെ ഒരിത്തിരി എരിവിന് ആവശ്യമായ കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെൻ്റെ ഒരു സിമ്പിൾ സാൻഡ്വിച്ചാണ്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴും അടിപൊളിയാണ്. അതെല്ലാം കൂടെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടെ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ രീതിയിൽ വെള്ളം പോലെ വരും ഉപ്പിൻ്റെയൊക്കെ. ഞാൻ അവിടെ 2 ബ്രെഡാണ് എടുത്തിട്ടുണ്ടായത്. അതിലേക്ക് ചീസ് സ്ലൈസ് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്ങില്ല അതും കൂടി ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് അതിനൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം. അതൊന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് നിങ്ങൾക്ക് ബീഫെങ്കിൽ ബീഫ് അല്ലെങ്കിൽ ചിക്കനെങ്കിൽ ചിക്കൻ. അവിടെ വേവിച്ച് വെച്ചിരിക്കുന്നത് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കട്ട്ലേറ്റിനുള്ളത്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ മയോണൈസൊക്കെ ആഡ് ചെയ്യാം. എൻ്റെ മയോണൈസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കെച്ചപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മയോണൈസും കൂടി ഉണ്ടെങ്കിലാണ് അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് പെർഫെക്ഷനായിട്ട് ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ഇത് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പാനിലിട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചും തിരിച്ചു വിടാം. ഒരു 2 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ ഇതായി. അങ്ങനെ ഇന്നത്തെ നോമ്പോറൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഡിന്നറിന് റൈസ് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കറി എന്ത് പ്രിപ്പയർ ചെയ്യണമെന്ന് ഇങ്ങനെ ഓർത്തിരുന്ന് പിന്നെ ലേറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും പുറത്ത് പോയിട്ട് ഒരു കറി മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ ഈ ഒരു സമയം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആകെ അപ്പോൾ വളരെ കുറച്ച് ഷോപ്സ് മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു പാകിസ്ഥാനി അവിടെ നിന്നായിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒരു ചിക്കൻ കറിയൊക്കെ മേടിച്ചിട്ട് അങ്ങനെ രാത്രി ഡിന്നറും കഴിച്ചു. ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നാളത്തേക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമുക്കൊരു നാളത്തെ ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ബൈ.